ഹലോ. പറഞ്ഞോളൂ. ആ അതായത് ഇപ്പൊ ആ മൂപ്പര് പറഞ്ഞ പ്രകാരം ഈ ഇതിന് എതിരെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞപ്പോ ഈ ആരിഫ് ഹുസൈൻ തെരുവത്തൊക്കെ എന്ന് പറഞ്ഞാല് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ ആരിഫ് ഹുസൈനൊക്കെ കൈ കിട്ടിയാൽ അവരെന്ത് ചെയ്യാവോ? നാസറൊക്കെ ഒന്ന് പറയാമോ? അല്ല, ഞാനിപ്പോ ഈ ബൈബിൾ കത്തിച്ചതിന് പറയാ, അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ എന്നല്ല, ഈ നാട്ടിൽ എല്ലാവരും, ഏത് സമുദായത്തിലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും അത് ചെയ്തത് വളരെ മോശമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിനെതിരെ അവൻക്ക് ഏത് തരത്തിലുള്ള ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കണം. അത് ആരായാലും, അതിപ്പോ ഞാൻ കത്തിച്ചാലും, ഈ ഒരു മൗലവി കത്തിച്ചാലും, ഒരു പണ്ഡിതൻ കത്തിച്ചാലും. ഓക്കെ അച്ഛൻ കുഞ്ഞ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നാസർ കൂട്ടുകാരൻ അപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, ശരിയല്ലേ? എങ്ങനെ? സ്വന്തം സഹോദരനെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത്? സഹോദരൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഞാനത് പറയാൻ വരുമായിരുന്നു. സ്വന്തം അതായത് ഇവിടെ പാകിസ്ഥാനില് പാകിസ്ഥാനില് അവിടെ ഉള്ളവർ വന്നിട്ട് ഇവിടെ തീവ്രവാദം, അതായത് കസബ് അജ്മൽ കസബ്. വന്ന് ഇവിടെ വന്ന് എല്ലാരും വെടിവെച്ച് കൊന്ന്. അത് ഒരു മുസ്ലിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യക്കാർ പറയും, അത് ഇന്ത്യയിലുള്ള മറ്റ് മതസ്ഥർ പറയും അത് തീവ്രവാദമാണ്. പക്ഷെ ഒരു മുസ്ലിമിന് അത് പറയാനില്ല. അത് എന്തുകൊണ്ട്? സഹോദരന്മാരാണ്. അത് അപ്പൊ അവര് തീവ്രവാദികളല്ല, സഹോദരന്മാരാണെന്നാ. ഒരു മുസ്ലിം ആയതുകൊണ്ട്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ അത് സഹോദരനെ പോലെ കണക്കൂട്ടണം. അതുകൊണ്ട് അവൻ സഹോദരനാണ്, അവൻ തീവ്രവാദി അല്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു 2 ആഴ്ച മുമ്പ് പാകിസ്ഥാനും ഇറാനും അടി നടന്നില്ലായിരുന്നു. അവർ രണ്ടുപേരും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അവർ സഹോദരങ്ങളല്ലേ? അപ്പോ അത് സഹോദരങ്ങളാണോ? തുടക്കത്തിൽ ഉണ്ടായിരുന്ന അലിയുടെ ആൾക്കാരും ഉമ്മറിന്റെ ആൾക്കാരും മറ്റേ ഉസ്മാന്റെ ആൾക്കാരുമായിട്ടുള്ള അടി നടന്നത്. ആ എന്താ അച്ഛൻ കുഞ്ഞെ, അങ്ങനെയൊന്നും ഒരു സ്ഥലത്തും വന്നിട്ടില്ല. നിങ്ങൾ ആൾക്കാർ ഇപ്പൊ അല്ല, അതറിയില്ലേ? അത് നാസറിന് അറിയില്ലേ? മുസ്ലിങ്ങൾ നോക്കി അതായത് നിൽക്കൊന്നുമില്ല. മുസ്ലിങ്ങളും അതിൽ പരസ്പരം, അതായത് ബാക്കിയുള്ളവരുടെ അടിയിട്ട് കഴിയുമ്പോ ഇവര് മുസ്ലിംസ് തമ്മിൽ കാലില് വാള് വെച്ച് പരസ്പരം വെട്ടിക്കൊല്ലാൻ ശ്രമിക്കും. അതറിയില്ലേ? അത് കേട്ടിട്ടില്ലേ? അപ്പൊ അച്ഛൻ കുഞ്ഞ് പറഞ്ഞ തെറ്റായി പോയില്ലേ? അല്ല, കേട്ടിട്ടുണ്ടോ? അതായത് തെറ്റായില്ല. 3 കാര്യത്തിൽ കള്ളം പറയാം. നിങ്ങൾ സഹോദരന് വിരോധമായി പറഞ്ഞതാ. നിങ്ങളപ്പം ഇസ്ലാമിൽ നിന്ന് പുറത്താ. സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയാം, ഒരു മധ്യസ്ഥത പറയുകയാണെങ്കിൽ. ആയിക്കോട്ടെ. അപ്പൊ ഇസ്ലാമിലുള്ള ഒരു വിശ്വാസിക്ക് മധ്യസ്ഥത അണയ്ക്കുമ്പോൾ നിങ്ങൾ കള്ളം ഇപ്പൊ എന്ത് ചെയ്തത്? സത്യം പറഞ്ഞത് നിങ്ങള് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് കളവ് പറയല് അധാർമികതാണ്. അപ്പോൾ കൂട്ടുകാരന് വേണ്ടി കളവ് പറയലും അല്ലാതെ കളവ് പറയലും എല്ലാം അധാർമികതയാണ്. ഹദീസ് ഒന്ന് എടുത്തേ അച്ഛൻ. Praise the Lord, brothers. Praise the Lord. പിന്നെ മൈന പറഞ്ഞത് Hallelujah. ആരിഫ് ഹുസൈന് അത് അവര് ഭരണാധികാരി, അവിടുത്തെ അത് ഏത് രാജ്യം ഭരിക്കുന്നോ ആ രാജ്യത്തുള്ള നിയമം അനുസരിച്ച് മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. അയാളിപ്പോ എന്തോ Humbly Jesus. Humbly Jesus. പറഞ്ഞിട്ട് Humbly Jesus. നിരോധിക്കണം പറഞ്ഞ് മ്യൂട്ട് ആരിഫ് ഹുസൈൻ പറയട്ടെ ബാങ്ക് നിരോധിക്കണം എന്ന് പറഞ്ഞ് ആരിഫ് ഹുസൈൻ കോടതിയിൽ പോയി. പോലീസുകാർ പറഞ്ഞു ഉണ്ടാണ്ട് വിട്ടോന്ന് പറഞ്ഞു. ബാങ്ക് കൊടുക്കുമ്പോൾ തുണിയിൽ ചെവി വെച്ചോന്ന് പറഞ്ഞു, കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ. അതൊക്കെ നമുക്ക് നോക്കാം. നാസിർക്ക ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ. ഇന്നലെ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചായിരുന്നു, ഇസ്ലാമിൽ ബഹുഭാര്യാത്വം ഉണ്ടോ ഇല്ലയോ? അത് തീരുമാനമായിരുന്നു ഇന്നലെ? ഇല്ല, അത് ഉണ്ടോ ഇല്ലയോ തീരുമാനമായിരുന്നു. അത് ഇന്നലെ പറഞ്ഞു. അത് അവിടെ വെച്ചട്ടെ, നമുക്ക് അടുത്തതിൽ പറയാം. ഇപ്പൊ അല്ലല്ല, തീരുമാനം എന്താണ്? അതിന്റെ അവസാന തീരുമാനം എന്തായെന്ന് അറിയാൻ ഒരു ആകാംക്ഷ മാത്രം. ഇടയ്ക്ക് കയറരുത് നാസിർ. ഒരാള് സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറരുത്. ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കുക. ഞാൻ സമയം തരാം, ധാരാളം സമയമുണ്ട്. നാസിർക്ക ഒന്ന് മ്യൂട്ട് ചെയ്താലും. ഓക്കെ, ഒരു മിനിറ്റ്. മ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എന്ത് ബുദ്ധിമുട്ട്? ഞാനിത് ഓക്കെ. അപ്പൊ ബഹുഭാര്യാത്വമാണോ ഏകഭാര്യാത്വമാണോ ഇസ്ലാമിൽ? അത് ഇന്നലെ തീരുമാനം ആയോ ഇല്ലയോ? എന്താണ് തീരുമാനം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ടോപ്പിക് ഇടാം.
കിതാബ് നോക്കുവാണോ? ഇന്നലെ ഉണ്ടില്ല എന്നും പറഞ്ഞിട്ട് നിന്ന് പോയതാ, പിന്നെ അത് തീരുമാനമായില്ല. ആ, ബഹുഭാര്യാത്ത ഉണ്ടില്ല, അങ്ങനെയാണോ? അതെ അതെ. ബഹുഭാര്യാത്വം ഉണ്ടില്ല, അങ്ങനെയല്ലേ? അതെ അതെ, അങ്ങനെയാണ് ഇന്നലെ കേട്ടത്. ഓക്കെ. ഏതായാലും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നാസറക്കാട് ചോദിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഉത്തരവൊക്കെ നമുക്ക് കിട്ടണ്ടേ? ബഹുഭാര്യാത്വം ഇസ്ലാമിലുണ്ടോ? ഉണ്ടില്ല. ഓക്കെ, ഇന്നത്തെ ചോദ്യം. നാസർക്കാർ റെഡിയാണോ? ഒരു ചോദ്യമുണ്ട് ഇസ്ലാമിനെ പറ്റി. പറഞ്ഞോ, ചോദിച്ചോ. അറിയുന്നതാണ് ഞാൻ പറയാം. ഓക്കെ ഓക്കെ. നമ്മുടെ റസൂലുള്ളാഹിക്ക് കുറെ ഭാര്യമാരുണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ പേരൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ല, എല്ലാവരും ഒന്നും ഓർമ്മയില്ല. ഓക്കെ. അത് അവരിൽ ഓർമ്മ ആര്? എന്തോ നിർബന്ധമൊന്നുമില്ല. എന്തോ അല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓർമ്മ വെച്ചോളണമെന്ന് എല്ലാവരും. നിർബന്ധമൊന്നോ? ഒരു നിർബന്ധവും ഇല്ല. എന്താ അതൊക്കെ വെറും ചവറ് കേസല്ലേ, അതൊക്കെ ഇപ്പൊ ഓർമ്മിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ വിട്, അതൊന്നും നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. ശരി, ഒരു കാര്യം, ഈ റസൂലുള്ള ആരെയെങ്കിലും തലാഖ് ചൊല്ലിയിട്ടുണ്ടായിരുന്നോ ഭാര്യമാരെ? ഇല്ല എന്നാണ് അറിവ്. തലാഖ് ചൊല്ലാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. തീർച്ചയാണോ? അങ്ങനെയാണെന്ന് അറിവ്. ഓക്കെ ഓക്കെ. അള്ളാഹു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റസൂൽ അള്ളാന്റെ ഭാര്യമാരോട്, നിങ്ങൾ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിങ്ങളെ ഒക്കെ തലാക്ക് ചൊല്ലിയിട്ട് ഞാൻ വേറെ നല്ല ഭാര്യമാരെ റസൂലിന് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടാ? ഉണ്ടാ? ആ, അപ്പോ തലാക്ക് ചൊല്ലാൻ ആലോചിച്ചത് കൊണ്ടായിരിക്കുമല്ലോ അള്ളാഹു അങ്ങനെ പറഞ്ഞത്. എന്താ അറിയില്ല, ഡീറ്റെയിൽ അറിയില്ല. ഈ 11 ഭാര്യമാരോ 9 11 എന്തോ ആകട്ടെ, അവര് തമ്മിൽ നല്ല സ്വരച്ചേർച്ചയായിരുന്നു അല്ലെ എല്ലാ കാലത്തിലും? സമപ്രായക്കാരായ തരുണീമണിമാരെ പോലെ ആയിരുന്നു അവര്. അതൊന്നും ആ കാലത്ത് നമ്മളൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചതല്ലേ നമുക്ക് ഇപ്പൊ അറിവുള്ളൂ. അത് തീർച്ചയാണ്. അപ്പോ അതെ, 9 പേര് അല്ലെങ്കിൽ 11 പേര് ഒരേ ഒരാളുടെ ഭാര്യയായിട്ടിരിക്കുമ്പോ തുല്യനീതി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടായിട്ടുണ്ടാകുമോ ഇവരുടെ ഇടയിൽ? ഉണ്ടാകാനാണ് ചാൻസ്. ഓഹോ, തുല്യനീതി ഉണ്ടാകാൻ ചാൻസ്. നബിയാണ്, ഒന്ന് സത്യസന്ധനാണ്. ഇതൊക്കെയുള്ള വെച്ച് നോക്കുമ്പോ തുല്യനീതിക്ക് സാധ്യതയുണ്ടല്ലേ? എന്തെങ്കിലും പ്രശ്നവും ഈ റസൂലല്ല ചെയ്തതായിട്ട്, അതായത് നീതി പ്രവർത്തിക്കാത്ത ഇരുന്ന ഏതെങ്കിലും ഹദീസ് വായിച്ചിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം. അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികല്ലേ. എന്തെങ്കിലുമൊക്കെ ചെറിയ ഫാൾട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ചെറിയ ഫാൾട്ട് ഒക്കെ പോസിബിൾ ആണ്. പക്ഷേ ഒരു മാസത്തോളമൊക്കെ മിണ്ടാതിരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഭാര്യമാരടുത്തൊന്നും പോയിട്ടാന്നൊക്കെ ഹദീസിലുണ്ട്. അതൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? അതൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ മനുഷ്യരാണ്, മൃഗങ്ങളൊന്നും അല്ല, മനുഷ്യരാണ്. ഓക്കെ, ഇതിന് മുമ്പത്തെ ചോദ്യം, ഈ റസൂലല്ല തുല്യനീതി ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞു നബിയാണല്ലോ, അപ്പൊ തുല്യനീതി തന്നെ ചെയ്തിരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞു. ഇപ്പൊ താങ്കൾ പറയുന്നു മനുഷ്യനാണല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. ഒരിടത്തുനിന്ന് ഉറച്ചു നിൽക്കാമോ? ആദ്യം ഞാൻ പറഞ്ഞു, പിഴവുകൾ വന്നിട്ടുണ്ടാകാം, മനുഷ്യരാണ്. ഓക്കെ, സ്ത്രീകൾക്ക് പിഴവുകൾ വരാം, പുരുഷന്മാർക്ക് വരാൻ ചാൻസ് ഉണ്ടോ? അതും നബിക്ക്? ആർക്കും വരാം, പുരുഷന്മാർക്കും വരാം, ആർക്കും വരാം. അതായത് വരാൻ ചാൻസ് ഉണ്ട്. നബി ആയതുകൊണ്ട് വന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, വന്നിട്ടുണ്ടാകില്ല എന്നാണ്.
അല്ലേ പ്രതീക്ഷ? ഓക്കെ ഓക്കെ. ഇങ്ങനെ ഏതെങ്കിലും ഹദീസ് കേട്ടിട്ടുണ്ടോ? നീതി പുലർത്തിയില്ല, ഫേവറേറ്റിസം കാണിച്ചു, ഒരാളോട് മാത്രമാണ് പുള്ളിക്കാരന്റെ എല്ലാ സ്നേഹവും ഉണ്ടായിരുന്നത് എന്നുള്ളതിന് ഏതെങ്കിലും ഒരു ഹദീസോ മറ്റോ വായിച്ചിട്ടുണ്ടോ? ആയിഷാനോടായിരുന്നു കൂടുതലെന്നൊക്കെ അങ്ങനെ ഉണ്ട് തോന്നുന്നുണ്ട്. അതെ അതെ. അപ്പൊ ശരി, ഒരു മനുഷ്യൻ തന്റെ 11 ഭാര്യമാരിൽ ഒരാൾക്ക് മാത്രം ഈ നബിക്ക് ഓരോരുത്തർ കാഴ്ച കൊണ്ട് കൊടുക്കും. കാഴ്ച എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ കാഴ്ച എന്ന് പറഞ്ഞാല് കാണാൻ വരുന്നവർ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരിക വീട്ടില്. ഈ ഗിഫ്റ്റ് കൊണ്ടുവന്നതെല്ലാം ഒരേ ഒരു ഭാര്യയ്ക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ, മറ്റുള്ളവർക്ക് അത് കൊടുക്കില്ല. അങ്ങനെ ചെയ്യുന്നത് ഒരു നീതിപൂർവകമായ അങ്ങനെ പരിപാടിയാണോ ഒരു അങ്ങനെ കേട്ടിട്ടില്ല. പ്രവാചകൻ? എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെന്നുള്ള പറഞ്ഞു. അതെയോ? അതെന്തോ ആം, അത് പറയാൻ കാരണം വെച്ചാൽ അത് ആ, സൗദ പറഞ്ഞെന്നോ അങ്ങനെ എന്തോന്നാന്നൊരു വിഷയം. അത് എന്റെ ദിവസം കൂടി അവൾക്ക് കൊടുത്തേക്ക്, ഓരോ ആ, ദിവസമാണല്ലോ കണക്കാക്കി. അപ്പൊ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇതാക്കിയെന്നാണ്. അതായത് ആ വിഷയത്തെ പറ്റി ഞാനിപ്പോ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. താങ്കളാണ് ഇപ്പൊ ആ വിഷയം എടുത്തിട്ടത്. ഈ തുല്യനീതി എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ തുല്യനീതി എന്ന് പറയുമ്പോ ഒരു സ്ത്രീക്ക് 11 ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് തന്റെ ഭർത്താവിന്റെ കൂടെ ഒന്ന് രാത്രി ഒന്ന് പങ്കിടുവാൻ കഴിയുക. ബാക്കി 10 ദിവസം അവള് വായും പൊളിച്ച് നോക്കിയിരിക്കണം, എന്റെ ഊഴ എന്നാണോ, എന്റെ ഊഴ എന്നാണോ എന്ന് പറഞ്ഞിട്ട്. അത് നീതിപൂർവമായ ഒരു കാര്യമാണ്. ഞാനിത് ചോദിക്കാൻ ഉദ്ദേശിച്ചതല്ല, താങ്കൾ ഇത് ഇട്ടത് കൊണ്ട് ചോദിക്കുകയാണ്. അല്ല, അതുകൊണ്ടാണല്ലോ ഓരോ ദിവസവും ഓരോരുത്തർക്ക് പറഞ്ഞത്. ഇന്ന് ഉം. ആഴ്ചന്റെ അടുത്ത്, നാളെ വേറെ എടുത്ത്, മറ്റന്നാൾ ഓരോ ദിവസം ഓരോ എടുത്ത്, ആ പിന്നെ ഒരു അപ്പൊ അല്ല, പുരുഷന് നാസർക്ക ഞാൻ പറഞ്ഞത്, ഒരു പുരുഷന് ദിവസവും സെക്സ്, സ്ത്രീകൾ 10 ദിവസം കാത്തിരിക്കണം. ഭാര്യമാരാണ്, അവർക്കാണെങ്കിൽ ഒന്നിനും മക്കളും ഇല്ല. ഒരു ടൈം പാസിന് മക്കളെ എന്തെങ്കിലും താലോചിച്ചിരിക്കാന്ന് അതും ഇല്ല. ഈ ഒരൊറ്റ മനുഷ്യനെ കാത്ത് കാത്ത് കണ്ണിലൊണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇത് കാത്തിരിക്കുന്നത് നീതിപൂർവമായ ഒരു കാര്യമാണോ അത് സ്ത്രീകൾക്ക്? നിങ്ങൾ പറയുന്നത് കേട്ട വിചാരിക്കും ഒന്ന് അമേരിക്കയിലും, ഒന്ന് സൗദി അറേബ്യയിലും, ഒന്ന് മറ്റേ ചൈനയിലും, അങ്ങനെയൊന്നല്ല, എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഈ അതന്നെ 9 ഞാൻ ദൈവം പറയുന്നത്. അടുത്തടുത്ത് പക്ഷെ തന്നെയാണ്. ഭർത്താവിനെ ഒരു ദിവസമല്ലേ ഇവർക്ക് കിട്ടത്തുള്ളൂ, 10 ദിവസം കഴിഞ്ഞ് 11-ാം ദിവസമല്ലേ വരുള്ളൂ. അതില് ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെ അതെനിക്ക് ചെയ്യുന്നത് സംതൃപ്തിയുണ്ട്. നീതിയാണോ? ഇല്ല, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കൂ നാസർ, അത് ഇടയിൽ ഞാൻ കയറാതെ. ഇടയിൽ നമ്മുടെ കയറാതെ, കാശ്മീർ ഇടയിൽ കയറാതെ. ഞാൻ ഈ വിഷയമേ എടുത്തതല്ല, നിങ്ങളാണ് ഈ വിഷയം കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാനിത് തീർത്തിട്ടേ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നുള്ളൂ. ഞാനിത് പറയുന്നത്, സ്ത്രീകൾക്കും വികാരങ്ങളും വിചാരങ്ങളും ആവശ്യങ്ങളും ഒക്കെ ബയോളജിക്കലി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഇത്രയും സ്ത്രീകളെ നിർത്തിയിട്ട് ഇവരുടെ ശാരീരിക ആവശ്യങ്ങൾ പോലും നിറവേറ്റി കൊടുക്കാൻ ഈ പുള്ളിക്കാരന് കഴിയുന്നില്ല. 10 ദിവസം ഒരു സ്ത്രീ കാത്തിരിക്കണം, 11-ാം ദിവസമാണ് ഊഴം വരിക. ആ ദിവസം എന്തെങ്കിലും കാരണത്താൽ ഇദ്ദേഹത്തിന് രോഗമോ വിഷമമോ ബുദ്ധിമുട്ടോ കൊള്ളയടിക്കാൻ പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അന്നും കിട്ടില്ല. അപ്പൊ ഇത് ഒരു ഒരു നല്ല നീതിയുള്ള ഒരു ഏർപ്പാടാണോ ഇങ്ങനെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നത്? ലീസിസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? 11 പേര് ഒന്നിച്ച് നിർത്തിയിട്ട് ഇതാക്കണമെന്നാ? ആ അതാണ് ഇപ്പൊ അറിയില്ല, താങ്കൾ അതാണ് ചോദിക്കുന്നത്. ചിന്തിക്കുന്നത്. ഞാൻ അത് ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പൊ സി നിങ്ങളിപ്പോ അതല്ലേ പറഞ്ഞത്, നിങ്ങളുടെ നിങ്ങളിപ്പോ ഞാൻ എന്താ പറഞ്ഞത്? പറയുന്നത് ഇതാണ്, നീതി എന്ന് പറഞ്ഞാൽ ഭാര്യമാർക്കിടയിൽ എന്താണ്? തുല്യനീതി ആ, പാലിക്കാൻ ഒരിക്കലും ഒരു മനുഷ്യന് കഴിയില്ല. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, 2 പേരാണെങ്കിൽ കൂടി ഒരു സ്ത്രീയെ ആര് വിട്ട് പറഞ്ഞേ? ആ സ്ത്രീയെ തനിയെ വിട്ടിട്ട് വേണം മറ്റേ സ്ത്രീയുടെ അടുത്തേക്ക് പോകാൻ. ഇതിൽ ഒരിക്കലും തുല്യനീതി പാലിക്കാൻ ഒരു പുരുഷന് കഴിയുകയില്ല. അതാ സ്ത്രീകൾക്ക് തോന്നണ്ടേ? സ്ത്രീകൾക്കല്ലേ തോന്നണ്ടേ ഞങ്ങൾക്ക് നീതി സ്ത്രീകളാ, കിട്ടുന്നില്ല? ഞാനൊരു സ്ത്രീയാണ്, ഞാനാണ് പറയുന്നത്. ഒരു പുരുഷന് ഒരു അതല്ല ഭാര്യ, പറഞ്ഞത്. ഇതാണ് ലോക നിയമം, ബയോളജിക്കൽ നിയമം, സൃഷ്ടിയുടെ നിയമം, എല്ലാത്തിലും ഈ ഒരൊറ്റ നിയമമാണുള്ളത്. ഓക്കെ, ഞാൻ ആ വിഷയം ബയോളജിക്കൽ വിട്ടു. എത്രയാവാന്നാ? ഇല്ല, ഞാൻ ബയോളജിക്കൽ ആ വിഷയം എത്രയാവാ? വിട്ടു, ഞാൻ ആ വിഷയം വിട്ടു. അതല്ല, താങ്കളോട് ഞാൻ ചോദിച്ചു, ആ, ഭാര്യമാർക്കിടയിൽ തുല്യനീതി ഭാര്യമാർക്കിടയിൽ തുല്യനീതി എന്നെങ്കിലും പാലിച്ചിട്ടുണ്ടോ? ഉം പാലിച്ചിട്ടുണ്ടാവും, പാലിക്കാതിരിക്കാൻ ഉണ്ടാകും. നിവൃത്തിയില്ല. ആ, ഓക്കെ. നമുക്കത് പറയാൻ പറ്റില്ല, കാരണം ഭാര്യമാർക്ക് അത് ആ കാലത്തുള്ളതല്ലേ. അത് എങ്ങനെയാ അന്നത്തെ കാലത്ത് അവരെല്ലാരും അടുത്തടുത്തായിരുന്നു. അപ്പൊ ഉം എല്ലാരും സിസ്റ്ററെ 24 ഒരു മണിക്കൂറും സെക്കൻഡ്, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകാരാണ്. ഒരു സെക്കൻഡ്. റോബർ 007 മര്യാദയ്ക്ക് കമന്റ് ഇട്ടാൽ ഇവിടെ ഇരിക്കാം, ഇല്ലെങ്കിൽ റൂമിന് എടുത്ത് സിക്സർ അടിക്കുവേ.
ഓക്കെ, അടിച്ച് പുറത്ത് ലാസ്റ്റ് കളഞ്ഞോളൂ. ചാൻസ്. ഇങ്ങനെ ബ്രദറെ എഴുതുന്നവരെ സംശയിക്കേ വേണ്ട. ജസ്റ്റ് സെൻഡ് ദം ഔട്ട്. ഓക്കെ ഓക്കെ, ബൈ ജസ്റ്റ് ബൈ സെൻഡ്. റോബർ. പുള്ളിയുടെ നോട്ട് പുള്ളിയുടെ ലാംഗ്വേജ് അതിരുവിടുന്നു. ബൈ റോബർ, ബൈ. ഓക്കെ. ഓക്കെ, ഞാൻ നാസർ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഞാനൊരു ഹദീസ് വായിച്ചു കേൾപ്പിക്കാം. നാസർ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ചെയ്യണോ? ഇല്ല. ഓക്കെ. ഓക്കെ, ഇത് ഞാൻ വായിക്കുന്നത് സഹി ബുഖാരിയുടെ ഹദീസാണ് കേട്ടോ. ബുഖാരിയുടെ ഹദീസ് വോള്യൂം 3, 3-ാം വോള്യത്തിൽ ബുക്ക് നമ്പർ 47, ഹദീസ് നമ്പർ 755. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ നുണയാണ് വായിക്കുന്നതെങ്കിൽ താങ്കൾക്കും ഇതെടുത്ത് വായിക്കാം. ഹദീസ് നമ്പർ 755, ബുക്ക് നമ്പർ 47, അതായത് പാർട്ട് 47, വോള്യം 3. ഓക്കെ, ഇതില് വളരെ പച്ചയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ മലയാളത്തിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വായിക്കുന്നത്. നബിയുടെ ഭാര്യമാർ 2 ഗ്രൂപ്പായിരുന്നു, 2 പാർട്ടി ആയിരുന്നു. ആയിഷ, ഹഫ്സ, സഫിയ, സൗദ എന്നിവർ ഒരു ഗ്രൂപ്പിലും സൽമയും ബാക്കിയുള്ള എല്ലാവരും മറ്റേ ഗ്രൂപ്പിലും ആയിരുന്നു. മുഹമ്മദിന് ഏറെ ഇഷ്ടം ആയിഷയോടായിരുന്നു. ആയിഷയുടെ ഊഴത്തിന്റെ ദിവസം മുഹമ്മദ് അവളുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ ആളുകൾ ധാരാളം സമ്മാനങ്ങളുമായി നബിയെ കാണാനെത്തുക പതിവായിരുന്നു. ആ സമ്മാനങ്ങളെല്ലാം ആയിഷ എടുക്കും. ആളുകൾ ഇങ്ങനെ ആയിഷയുടെ ഊഴനാൾ വരെ കാത്തിരുന്ന് സമ്മാനങ്ങൾ എല്ലാം അവളുടെ ഊഴ ദിവസത്തിൽ അവളുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ സൽമയ്ക്ക് ഇത് സഹിക്കാനായില്ല. അവൾക്ക് ദേഷ്യം വന്നു. അവൾ നബിയോട് ഇങ്ങനെ പറഞ്ഞു: നബിയെ, ഓരോ ദിവസവും താങ്കൾ ഏത് ഭാര്യയുടെ വീട്ടിലാണോ പോകുന്നത്, മോമിനൂൻ അതായത് മുസ്ലിങ്ങൾ ആ വീട്ടിലേക്ക് സമ്മാനങ്ങളുമായി അവിടേക്ക് വരുവാൻ താങ്കൾ അവരോട് പറയണം. ആയിഷയ്ക്ക് മാത്രം കിട്ടുന്നത് ശരിയല്ലല്ലോ. ഇക്കാര്യം പലതവണ സൽമ പറഞ്ഞിട്ടും നബി ചെവിക്കൊണ്ടില്ല. പക്ഷെ സൽമ സ്വൈരം കെടുത്തിയപ്പോൾ നബി ഇങ്ങനെ പറഞ്ഞു: ആയിഷയുടെ വസ്ത്രം ഇടുമ്പോൾ മാത്രമാണ് എനിക്ക് വഹി കിട്ടാറുള്ളത് എന്ന് നിനക്കറിയില്ലേ? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: ഡു നോട്ട് ഹാം മീ റിഗാർഡിംഗ് ആയിഷ ആസ് ദ ഡിവൈൻ ഇൻസ്പിറേഷൻ ഡസ് നോട്ട് കം ടു മീ എക്സെപ്റ്റ് do not come to me on anyone else's dress except the dress of Aisha. ആയിഷയുടെ വസ്ത്രം ഇടുമ്പോൾ മാത്രമാണ് എനിക്ക് വഹി ഇറങ്ങാറുള്ളതെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ട് അവളുടെ കാര്യം പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ സൽമ പറഞ്ഞു: എന്റെ തെറ്റ് പൊറുക്കുക നബിയെ എന്ന് പറഞ്ഞു. എന്നാൽ സൽമ മിണ്ടാതിരുന്നില്ല. സൽമ നബിയുടെ മകൾ ഫാത്തിമയോട് പറഞ്ഞു: ഈ സമ്മാന വിഷയത്തെപ്പറ്റി നിങ്ങൾ നബിയോട് ശുപാർശ ചെയ്യണം, അതായത് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണമെന്ന് സൽമ പറഞ്ഞു. അപ്പോൾ നബി ഫാത്തിമ കാര്യം നബിയോട് പറഞ്ഞു, സമ്മാനങ്ങൾ എല്ലാ ഭാര്യമാർക്കും തുല്യമായി വിതരണം ചെയ്യണം എന്ന്. അപ്പോൾ നബി ഫാത്തിമയോട് ചോദിച്ചു: എന്റെ മകളെ, ഞാൻ ഇഷ്ടപ്പെടുന്നവളെ നീയും ഇഷ്ടപ്പെടുന്നില്ലയോ? അതായത് ഫാത്തിമെ, ഞാൻ ആയിഷയാണ് ഇഷ്ടപ്പെടുന്നത്, നീയും ആയിഷയെ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഉത്തരം നോ, സമ്മാനങ്ങൾ വിതരണം ചെയ്യപ്പെടുകയില്ല. എനിക്കിഷ്ടമുള്ളത് ആയിഷയാണ്, ആയിഷയ്ക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിക്കോട്ടെ, എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ആണ് അതിന്റെ അർത്ഥം. പിന്നീട് സൽമ സഹിക്കവയ്യാതെ മുമ്പ് സയ്യിദിന്റെ ഭാര്യയായിരുന്ന സൈനബിനെ സമീപിച്ച്
സമ്മാനങ്ങൾ തുല്യമായി വീതിക്കപ്പെടണമെന്ന ആവശ്യം അവളോട് പറഞ്ഞു. അപ്പോൾ സൈനബ് നബിയോട് സംസാരിക്കുവാൻ ആയിഷയുടെ വീട്ടിൽ ചെന്നു. ആയിഷയുടെ മുമ്പിൽ വെച്ച് വളരെ കടുത്ത വാക്കുകളിൽ സൈനബ് കാര്യം പറഞ്ഞു. വളരെ ഉച്ചത്തിൽ ശബ്ദം കൂട്ടി അവൾ ആയിഷയെ ചീത്ത പറഞ്ഞു, അസഭ്യം പറഞ്ഞു എന്നാണ്. അസഭ്യം പറഞ്ഞു. അവളുടെ മുഖത്ത് നോക്കി ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം. കേക്കാം. ഓക്കെ, ഒരു കോൾ വന്നത് കൊണ്ടാണ്. ഓക്കെ, അവളുടെ മുഖത്ത് നോക്കി വളരെ അവളെ ശകാരിച്ചു, അതായത് ആയിഷയെ ശകാരിച്ചു സൈനബ്. അപ്പോൾ നബി ആയിഷയുടെ മുഖത്തേക്ക് അവളുടെ പ്രതികരണം എന്താണെന്ന് അറിയുവാൻ വേണ്ടി നോക്കി, അവൾ തിരിച്ചടിക്കുമോ എന്നറിയുവാൻ. ആയിഷയാകട്ടെ ഇരട്ടി ശബ്ദത്തിൽ പ്രതികരിച്ചു. വലിയ ശബ്ദത്തോടെ അവൾ തിരിച്ചും അസഭ്യം പറഞ്ഞു സൈനബിന്റെ വായ അടപ്പിച്ചു. ഇത് കേട്ട് സ്തബ്ധനായി പോയ നബി പറഞ്ഞു, നീ തീർച്ചയായും അബൂബക്കറിന്റെ മകൾ തന്നെയാണ്. അപ്പൊ സൈനബിന്റെ വായ അടപ്പിച്ചു. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? സ്ത്രീകൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ആ വഴക്ക് നിയന്ത്രിക്കാനല്ല, അവൾ പറയുന്നതിനേക്കാളും അധികം പറയുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഈ നബിയുടെ പെരുമാറ്റം. രണ്ടുപേരും തമ്മിൽ വഴക്കടിച്ചു. ആയിഷ ജയിച്ചപ്പം നീ അബൂബക്കറിന്റെ മകൾ തന്നെ എന്നൊരു സമ്മാനം കൂടി അങ്ങ് കൊടുത്തു. ഇങ്ങനെയാണോ ഒരു പുരുഷൻ, നബിയോ പോട്ടെ, 11 ഭാര്യമാരുള്ള ഒരു പുരുഷൻ ഈ സമ്മാനങ്ങളും അതും ഇതും ഒക്കെ കൊണ്ടുവരുന്നതെല്ലാം ഒരു സ്ത്രീയുടെ വീട്ടിൽ കുന്നുകൂടി കിടക്കുകയാണ്, മറ്റുള്ളവർക്കൊന്നും എടുത്തു കൊടുക്കാൻ പോലും സമ്മതിക്കാത്ത ഈ മനുഷ്യൻ, ഇതാണോ തുല്യനീതി? ഇതാണോ തുല്യനീതി? നാസറിന് എന്ത് തോന്നുന്നു ഈ സഹീഹായ ഇത് കേട്ടിട്ട്? ഇതിൽ ഒരുപാട് പോയിന്റ് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. പഠിച്ചിട്ട് വേണം ഇതാക്കാൻ. പെട്ടെന്ന് മറുപടി പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ പഠിക്കേണ്ടത് എന്താന്നുള്ളത്. അല്ല, കേട്ടിട്ട് തോന്നുന്നുണ്ടോ ഇത് ശരിയായ ഒരു കാര്യമാണ് ഇത് നടന്നതെന്ന്? കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികല്ലേ. അത് സ്വാഭാവികം. ഇതാണ് സ്വാഭാവികം അല്ലേ? അതൊക്കെ ഉണ്ടാവുന്ന, അത് എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യല്ലേ. ഇത് ഒരു സാധാരണ ഒരു മനുഷ്യൻ ഇത് ചെയ്താൽ അയാളെ നമ്മൾ പറയും നട്ടലില്ലാത്ത ഭർത്താവ് എന്ന് പറയും, അല്ലേ? നിങ്ങൾ പറയൂ. നിങ്ങൾ പറയില്ലേ? നിങ്ങളുടെ അടുത്ത വീട്ടിൽ ഇങ്ങനെ 4 ഭാര്യമാരുള്ള ഒരു ഭർത്താവുണ്ട്, ഒരു ഭാര്യയെ മാത്രം അയാൾ എല്ലാം നോക്കും കാര്യം, മറ്റുള്ളവരൊക്കെ തെണ്ടി നടക്കുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ നട്ടലില്ലാത്ത ഭർത്താവ്, ഭാര്യമാര് തമ്മിൽ വഴക്കടിച്ചിട്ട് ഇയാൾ ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുകയാണെന്ന് പറയില്ലേ? അതൊന്നും അതിൽ പറഞ്ഞിട്ടില്ലല്ലോ. അയാൾ എല്ലാരും അദ്ദേഹം എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ, എല്ലാവർക്കും പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് കാര്യം? പോയിട്ട് അവർക്ക് ഇല്ലാഞ്ഞിട്ടല്ലേ അവര് വന്ന് ചോദിക്കുന്നത്? നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് പഠിച്ച് അന്വേഷിച്ച് അതൊക്കെ നല്ലപോലെ പഠിച്ചതിന് ശേഷം മറുപടി ഒക്കെ പറയാവോ. എന്നാ ഒരു കാര്യം ചെയ്യും, നാസർ പോയി, ഞാൻ നമ്പർ തന്നെ നോട്ട് ചെയ്തോ? ആയിക്കോട്ടെ, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ട് ചെയ്തിന്. ഓക്കെ, ഇതൊന്ന് വായിച്ച് പഠിക്കണം കേട്ടോ. എന്നിട്ട് ഞങ്ങളോട് വന്ന അഭിപ്രായം പറയണം. ഇങ്ങനെയൊക്കെയായിരുന്നു നബിയുടെ കുടുംബജീവിതം. സ്ത്രീകളുടെ വസ്ത്രം ഇട്ടുകൊണ്ടിരിക്കുക, അതും പ്രത്യേകിച്ച് ആയിഷയുടെ വസ്ത്രം ഇടുമ്പോ മാത്രമേ വഹി വരുള്ളൂ, മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ ഇടുമ്പോ വഹി ഇറങ്ങില്ല. ഇത്രയും പേരെ നിക്കാ ചെയ്തിട്ട് ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് മാത്രം എല്ലാം വരുമ്പോ മറ്റു സ്ത്രീകളോട് അല്പം പോലും സ്നേഹം കല്ല. കാരണം ഈ ഫാത്തിമയോട് പറയുന്നുണ്ട്, ഞാൻ സ്നേഹിക്കുന്നവളെ നീ സ്നേഹിക്കുന്നില്ലയോ, അപ്പൊ എല്ലാം ഇവിടെ തന്നെ കിടക്കട്ടെ, മറ്റുള്ളവന്മാരെല്ലാം പോയി ചാകട്ടെ എന്ന രീതിയാണോ ഒരു ഭർത്താവ് ഉന്നയിക്കേണ്ടത്? ഭർത്താവ് ചെയ്യേണ്ടത് നമ്മളെ മനസ്സിൽ വരുന്നല്ലേ അത് അങ്ങനെയാണോ എന്നുള്ളത്. അങ്ങനെ സംസാരിക്കാനുണ്ടോ? വേറെ വിഷയം എടുക്കുന്നുണ്ടോ? ഞാനത് പഠിച്ച് ഞാനത് വായിച്ചു നോക്കി പഠിച്ചിട്ട് മറുപടി പറയാന്നാ പറഞ്ഞത്. പഠിച്ചിട്ട് വരുന്നോ അതോ വേറെ വിഷയം എടുക്കുന്നോ സവാരി? ഇല്ല, ഞാൻ പോവാണ്. പഠിച്ചിട്ട് വരണേ. ഓക്കെ, വളരെ നന്ദി. താങ്ക് യു. മര്യാദക്ക് സാധാരണ പടയാളികളെ പോലെ തെറിയൊന്നും പറയാതെ മര്യാദക്ക് സംസാരിച്ചതിന് ഒത്തിരി താങ്ക് യു. എന്നാ